പടികളൊക്കെ കയറുന്ന സമയത്ത് മുട്ടിൽ നിന്ന് അങ്ങനെ ടക് ടക് എന്നുള്ളൊരു സൗണ്ട് പോലെ വരിക, അല്ലെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കാലുകളിൽ നന്നായിട്ടൊരു വേദന, കുറെ നേരം ചമ്രം പടിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കാലുകളിൽ വേദന വരുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു ആത്മവിശ്വാസം നന്നായിട്ട് കുറയുന്നത് പോലെ എന്നിങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടല്ലേ. അത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിത്യമായിട്ട് കഴിച്ചു വരേണ്ട സപ്ലിമെന്റ്സ് ഒന്നും ഇല്ലാതെ നമ്മുടെ നീർക്കെട്ടിനെ നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ കാലുകളിലെ കാർട്ടിലേജിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും കാലുകളിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്സിനെ നന്നായിട്ട് കുറയ്ക്കാനും സഹായിക്കുന്ന കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് കിട്ടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര അളവിൽ കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂട്രിയൻസ് നമ്മുടെ ജോയിന്റ്സിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അബ്സോർപ്ഷൻ ചെയ്യണം. അതിനെ സഹായിക്കുന്ന കുറച്ച് ടിപ്സും ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ അവസാനം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളുടെ ഡീജനറേഷൻ ഒക്കെ വളരെ കൂടുതലായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ കുറച്ച് സീവിയർ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി ഏത് മരുന്നാണെങ്കിലും അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ കൂടെ ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഭക്ഷണങ്ങളും കൂടി നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ഉള്ളിൽ കൊടുക്കാനായിട്ട് നോക്കുക. കാരണം ഉള്ളിലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന മെഡിസിൻസ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, എം എൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. ഞാനിവിടെ ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോസിലും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് എള്ള്. എള്ളില് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതാണ് കാൽഷ്യം, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്, ആന്റി ഓക്സിഡൻസ്. ഈ ഒരു 3 കോമ്പിനേഷൻ ഉണ്ടല്ലോ നമ്മുടെ എല്ലുകളെ കുറച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും കാർട്ടിലേജിനെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാനും വളരെ നല്ലൊരു കാര്യമാണ്. എങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ ഒന്നും ഇല്ല എങ്കിൽ എള്ളുണ്ട രൂപത്തിൽ നമുക്ക് കഴിക്കാം. മാക്സിമം നോക്കുകയാണെങ്കിൽ ഒരു എള്ളുണ്ട അല്ലെങ്കിൽ 2 കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത് ഒരു ദിവസം. അതുപോലെ ഇപ്പോ ചൂടുള്ള ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് കുതിർത്തിട്ട് രാവിലെ ചവച്ചരച്ച് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ എള്ള് റോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു രൂപത്തിലും കഴിക്കാം. ദിവസത്തിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ മതി. ഇപ്പൊ ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ നന്നായിട്ട് ചൂടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്നും കഴിക്കാനായിട്ട് നിൽക്കേണ്ട. ആഴ്ചയിൽ ഒരു 2 വട്ടം, മാക്സിമം ഒരു 3 വട്ടം അങ്ങനെ കഴിച്ചാലും മതി. തണുപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആദ്യത്തെ ഒരു കാര്യമാണ് എള്ള്. ഇനി രണ്ടാമത്തെ, അധികം ആളുകളും അത്രയും കൺസിഡർ ചെയ്യാത്തൊരു കാര്യമാണ് റാഗി. റാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതിലുള്ള കാൽഷ്യം, അയൺ, ഫൈബർ, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ജോയിന്റ്സിനെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ കാർട്ടിലേജിനെ കുറച്ചൊന്ന് റിപ്പയർ ചെയ്യാനും ബോൺ ഡെൻസിറ്റി ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നവരാണെങ്കിൽ അവർക്കും നല്ലതാണ്. സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഈ 40 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊരു പ്രൊട്ടക്ഷൻ പോലെയാണ് ഈ റാഗി വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയൊക്കെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ റാഗിയുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദോശ പോലെ ഉണ്ടാക്കി കഴിക്കാം. റാഗി മോൾട്ട്, അതായത് ഒരു കുറുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇതൊരു ചപ്പാത്തിയുടെ രൂപത്തില്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മള് ഈ പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ, പത്തിരി ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് റാഗിന്റെ പൊടി ഇടുക, എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചൂടോടുകൂടി പരത്തി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് റാഗിയുടെ ചപ്പാത്തി കിട്ടും. കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു കോമ്പിനേഷനിൽ കഴിക്കുകയാണെങ്കിൽ വളരെ ബെസ്റ്റ് ആണ്. എന്നും കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ആഴ്ചയിൽ ഒരു 2 വട്ടം 3 വട്ടമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോമിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇനി നിങ്ങളുടെ ശരീരത്തിലത്തെ നീർക്കെട്ടിനെയും അതുപോലെ തന്നെ വേദനയെയും നാച്ചുറൽ ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പറയാൻ പോകുന്നത്. അതാണ് മഞ്ഞൾ. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്പൈസസ് മാത്രമല്ല കേട്ടോ, ഇതിലുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിലത്തെ നീർക്കെട്ടിനെ നന്നായിട്ട് കുറയ്ക്കാനും ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനയെ നാച്ചുറലി കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. പക്ഷേ മഞ്ഞൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യില്ല. ഇതിന്റെ കൂടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ എഫക്ട് കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. അതെങ്ങനെ കഴിക്കാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ രാവിലെ നിങ്ങൾ ഒരു നുള്ള് മാത്രം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വയറ്റിലല്ല ഭക്ഷണത്തിന്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തൊക്കെ ഈ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതും അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് അത് സംഭവം എത്തും. പിന്നെ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഓർഗാനിക് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി കിട്ടുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള പൊടികളൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓർഗാനിക് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാനും കൂടി നോക്കുക. അടുത്തതാണ് നമ്മുടെ കാർട്ടിലേജിനെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫുഡ്. ഇത് മറ്റൊന്നല്ല, നമ്മളെല്ലാവരും സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്ന മുരിങ്ങ. ഇതെന്ന് പറയുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സിമ്പിൾ ഒക്കെ ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷെ പവർ ഹൗസ്, ന്യൂട്രിയൻസിന്റെ ഒരു പവർ ഹൗസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും കേട്ടോ. ഇതിലുള്ള വൈറ്റമിൻ സി, മെഗ്നീഷ്യം, പൊട്ടാഷ്യം, കാൽഷ്യം ഈ എല്ലാ കോമ്പിനേഷനും നമ്മുടെ ജോയിന്റ്സിനെ റിപ്പയർ ചെയ്യാനായിട്ട് ബെസ്റ്റ് ആണ്.
ഇതിന്റെ ഓരോന്നിന്റെയും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി നമ്മുടെ കാർട്ടിലേജിനെ മെയിൻറ്റെയിൻ ചെയ്യാനും, കാൽഷ്യം നമ്മുടെ എല്ലുകളെ കുറച്ചൊന്ന് സ്ട്രോങ് ആക്കാനും, മെഗ്നീഷ്യം നമ്മുടെ മസിൽസിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്സിനെ നന്നായിട്ട് കുറയ്ക്കാനും, പൊട്ടാഷ്യം നമ്മുടെ ജോയിന്റ്സിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ബെസ്റ്റ് ആണ്. എങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ സാമ്പാറൊക്കെ വീട്ടിലുണ്ടാക്കുമല്ലോ, സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് മുരിങ്ങ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇതിന്റെ സൂപ്പ് വളരെ ബെസ്റ്റ് ആണ്, വളരെ ടേസ്റ്റും കൂടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ ഒരു സൂപ്പൊക്കെ വെച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ സൂപ്പ് നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആണ് മുരിങ്ങയുടെ ഇലയുടെ പൊടി. മുരിങ്ങയിലയുടെ പൊടി നമുക്ക് ഓർഗാനിക് ആയിട്ട് ഓൺലൈനിൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കുകയാണെങ്കിൽ ദിവസവും നിങ്ങൾ ഒരു 1/4 മുതൽ അര ടീസ്പൂൺ വരെ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സംഭാരമൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയിലയുടെ പൊടി അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയിലയുടെ പൊടി ഇങ്ങനെ വിതറി കൊടുക്കുന്നത്, അങ്ങനെയും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഫോമിൽ വയറ്റിനുള്ളിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ആഴ്ചയിൽ 2 മുതൽ 3 വട്ടമെങ്കിലും മുരിങ്ങ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കും. ഇനി ഈ പറയുന്ന ന്യൂട്രിയൻസ് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറവാണ് എന്നുണ്ടെങ്കിൽ, ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ റിപ്പയറിങ് കുറച്ചൊന്ന് ഡിലേ ആക്കും. അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് ഒക്കെ നന്നായിട്ട് കൂടാനും വേദനയൊക്കെ കൂടാനും വളരെയധികം ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ എല്ലുകൾ ബലമായിട്ടിരിക്കാൻ കാൽഷ്യം മാത്രമല്ല പ്രോട്ടീനും ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ പലപ്പോഴും ഒക്കെ ആയിട്ട് നിങ്ങൾ ചിക്കൻ കറി വെച്ച് നിങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ മുട്ട നല്ലൊരു സോഴ്സും കൂടിയാണ് പ്രോട്ടീന്റെ. ഡെയിലി നിങ്ങൾ 2 മുതൽ 3 മുട്ട വരെ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഓംലേറ്റ് പോലും ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ മീൻ കറി വെച്ചിട്ട് നിങ്ങൾ കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ പനീർ നല്ലൊരു സോഴ്സും കൂടിയാണ്. അതുപോലെ സോയാബീൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി നോക്കുക. പ്രോട്ടീൻ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പല ആളുകളും സ്കിപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മസിൽസ് ഒക്കെ നന്നായിട്ട് ലൂസ് ആവാനായിട്ട് വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യും. ഇനി നമ്മുടെ ജോയിന്റ്സിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ലൂബ്രിക്കേഷൻ. ഈ ലൂബ്രിക്കേഷൻ നന്നായിട്ട് കൂടുന്ന സമയത്ത് നമ്മുടെ ജോയിന്റ്സ് ഉണ്ടല്ലോ കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ജോയിന്റ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഡ്രൈനെസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറയ്ക്കാനും ഡീജനറേഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ലൂബ്രിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് നാച്ചുറലി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഴ്സ് ആണ് വാൾനട്ടും അതുപോലെ തന്നെ ബദാമും. വാൾനട്ടിൽ ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആൽമണ്ട്, ബദാമില് വൈറ്റമിൻ ഇ നല്ല രീതിയിലുണ്ട്. അപ്പൊ ഇത് എത്ര കഴിക്കണം എന്ന് നോക്കുകയാണെങ്കിൽ 2 മുതൽ 3 വാൾനട്ടും അതുപോലെ 4-5 ബദാമും കൂടി എടുക്കുക. രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇത് കുതിർത്തിട്ട് രാവിലെ ആകുമ്പോൾ ബദാമിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കാം. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരത്തിൽ ലൂബ്രിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. കുതിർത്ത് നമ്മൾ കഴിക്കുന്നതിലൂടെ ഡൈജഷൻ അത് ദഹിക്കാനായിട്ട് കുറച്ച് ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മളോട് കുതിർക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നിത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കും. ഇനി അടുത്തത് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി. അപ്പൊ ഈ വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ജോയിന്റ്സിനും അത്യാവശ്യം തന്നെയാണ്. കാരണം ജോയിന്റ്സിനുള്ളിലേക്ക് ഈ കുഷൻ പോലെയുള്ള കാര്യം ഉണ്ടല്ലോ, ആ കുഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊളാജൻ വേണം. കൊളാജൻ നമുക്ക് കിട്ടുന്നത് വൈറ്റമിൻ സി എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഒക്കെ കയറുന്ന സമയത്ത് ഈ ടക് ടക് എന്നുള്ള ഒരു സൗണ്ട്, ക്രാക്കിംഗ് സൗണ്ട്, അതുപോലെ ഈ ഡ്രൈനെസ് ഒക്കെ കുറയുന്നത് കൊളാജൻ കുറയുമ്പോഴും ഉണ്ടാകാം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കിട്ടും നോക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നെല്ലിക്ക നല്ലൊരു സോഴ്സ് ആണ്. അതുപോലെ പേരയ്ക്ക, എന്നും നിങ്ങളൊരു പേരയ്ക്ക കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. അതുപോലെ ക്യാപ്സിക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മിസ് ചെയ്യരുത്. വൈറ്റമിൻ സിയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 7 ഭക്ഷണങ്ങളാണ് നമ്മുടെ ജോയിന്റ്സിനെ ഉള്ളിൽ നിന്ന് റിപ്പയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ന്യൂട്രിയൻസിനെ ശരിയായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ അബ്സോർപ്ഷൻ ചെയ്യിക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അബ്സോർപ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പൊ ഇത് നമുക്ക് എവിടുന്ന കിട്ടുക? വൈറ്റമിൻ ഡി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂര്യപ്രകാശം. അതുപോലെ തന്നെ മഷ്റൂം, ഡയറി പ്രൊഡക്ട്സ്, ഇതും നല്ലൊരു സോഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ദിവസവും ഒരു അരമണിക്കൂർ, അതായത് രാവിലത്തെ ഇളം വെയിൽ നിങ്ങൾ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡിനെ പറ്റിയിട്ട് ഡെഫിഷ്യൻസി എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്ന് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. കൂടുതലായിട്ട് ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു സപ്ലിമെന്റ് ഒക്കെ നിങ്ങൾ വെക്കാനായിട്ട് നോക്കുക. പക്ഷെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് മാത്രം ഒരു ഡോക്ടറുടെ അണ്ടറിൽ മാത്രം നിങ്ങൾ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം കൂടിയാണ് നടത്തം. ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നടത്തത്തിലൂടെ നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഇന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒറ്റയടിക്ക് നിങ്ങൾക്ക് നടക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ രാത്രി ഡിന്നറിന് ശേഷമായിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനായിട്ട് കൂടി നോക്കുക.
എത്ര കപ്പാസിറ്റി ആണ് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ നടക്കാൻ കൂടി നോക്കി. ഇനി എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഈ സോൾട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഷുഗർ, കൂടുതലായിട്ടുള്ള മൈദ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബ്രെഡ്, ബിസ്ക്കറ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മരുന്ന് മാത്രം കഴിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടല്ല, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും നിങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിത്യമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.